ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നെന്താ മീൻ കിട്ടിയെന്ന് പറയാം. നല്ല നത്തൾ, വലിയ നത്തൾ, ഒരു മത്തിരക്ക് അത്ര വലിപ്പമുണ്ട്. അപ്പോൾ വിചാരിച്ചൊന്ന് കുടംപുളി ഇട്ടിട്ട് മീൻ പുളി വെക്കാമെന്ന്. അങ്ങനെ ഞാൻ മീനൊക്കെ നേരാക്കി ഉപ്പ് തേച്ച് വെച്ചു. അതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ടു. പിന്നെ മൺചട്ടിയിലാണിത് ഉണ്ടാക്കണത്. മൺചട്ടി അടുപ്പത്ത് വെച്ച്, അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം ഉലുവടുക. ഉലുവട്ടിന് ശേഷം പിന്നെ വെളുത്തുള്ളിയാണ് വട്ടത്തിലരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇടാറൊന്ന് വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ടത്. ശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ട് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടുക. പച്ചമുളക് കീറിയിട്ടിടുക. അതിന് ശേഷം പിന്നെ കരിവേപ്പിലയാണ് ഇടുന്നത്. ഇത് മൂന്നും കൂടി നല്ലതുപോലെ വഴഞ്ഞ് വരുമ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായി നൈസായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കല്ലുപ്പാണ്, അതിൻ്റെ കൂടെ കല്ലുപ്പിടുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴഞ്ഞ് വരെ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് വെക്കണം, എന്നാലാണ് ഉള്ളി ശരിക്കൊന്ന് വഴഞ്ഞ് വരുള്ളൂ. അങ്ങനെ കല്ലുപ്പിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ തക്കാളിയാണ്. തക്കാളി കുറച്ച് കൂടുതലിടുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും കുറച്ച് കൂടുതലിടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുടംപുളിയല്ലേ, കുടംപുളി ശരിക്ക് കൊഴുപ്പ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ നല്ല ഇടുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഈ തക്കാളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റണം. വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പിന്നെ ഇടുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലതുപോലെ വഴറ്റണം. നല്ലപോലെ മല്ലിപ്പൊടി ഇടുന്നില്ല അതിൽ. എന്നിട്ട് നല്ല വഴഞ്ഞു നല്ല പച്ചമണം മാറിയെന്ന് കണ്ടാൽ പിന്നെ ഒഴിക്കുന്നത് അതിലേക്ക് കുടംപുളിയാണ്. കുടംപുളി വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ. അങ്ങനെ ഒഴിച്ച് നല്ല തീ കത്തി. ഞാനിതിൽ വെണ്ടയ്ക്ക ഇടുന്നുണ്ട്, കാരണം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് 2-3 വെണ്ടയ്ക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ തിളച്ച് നല്ല വരുന്ന സമയത്ത് നല്ല പച്ചമണം മാറിയെന്ന് കണ്ടാൽ പിന്നെ ഇടുന്നത് മീനാണ്. നത്തളതിലേക്ക് ഇടുക. നത്തളേക്ക് അതിലേക്കിട്ട് നല്ല ഇളക്കി ഇങ്ങനെ അടിയിലാക്കി കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് നല്ല എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ച് നല്ല തെളിഞ്ഞ് വരും, മുളകൊക്കെ തെളിഞ്ഞ് വരും. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് മുളക് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നല്ല വെന്തോന്ന് കണ്ടാൽ നമ്മൾ വാങ്ങി വെക്കുക. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ വഴറ്റി വെച്ചാലും ഞാൻ വറുത്തിടും. കാരണം എന്താ വെച്ചാൽ ആ ഉലുവയുടെയും ഉള്ളിയുടെയും മണം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ചട്ടിയിൽ അടുപ്പത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി ഒരു പിടിയിട്ട് നല്ലതുപോലെ വഴറ്റി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവിനും നല്ലതാണ്, കാണാനും നല്ല കളറ് കിട്ടും. സാധാ മുളക് പൊടി തന്നെ അതിലേക്ക് ഇടുക. നല്ലതുപോലെ വഴറ്റിയിട്ട് വറുത്ത് കൊട്ടുക. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗി, കാരണം ഹോട്ടലിലത്തെ കറി പോലെ ഉണ്ടാവും. എരിവുണ്ടാവും, ഹോട്ടലിലത്തെ കറി നല്ല ഭംഗി ഉണ്ടാവും. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം, അഭിപ്രായങ്ങൾ പറയുക.